ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? എനിക്കിവിടെ നീരൊഴിച്ച് വന്ന അവസാനം ഇപ്പം ചെവി കേൾക്കാണ്ടായിരുന്നേ. എന്താണെന്നറിയില്ല, ഈ പ്രാവശ്യം നീരൊഴിച്ച് വന്നിട്ട് എൻ്റെ ചെവി അടഞ്ഞു. അപ്പം അത് കാരണം വർത്താനം പറയുമ്പോൾ എന്തോ മാതിരിയാട്ടാ. പിന്നെ അതേ അരിയൊക്കെ അടപ്പത്തിട്ട്, പിന്നെ ഇന്ന് കറിയൊന്നും വെക്കാണ്ടായിരുന്നില്ല കേട്ടാ. ഇന്നലെ അയില മേടിച്ചിട്ട് അപ്പോൾ ചേട്ടാ ഈ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അയില തിളപ്പിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ അതെടുത്ത് ചൂടാക്കി പിന്നെ സബോള തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടായുടെ അമ്മ ഉണ്ടാക്കിയിട്ടാ കഴിക്കണം. അപ്പോൾ എനിക്കത് ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ആട്ടാ. അപ്പം ഞാൻ ഇന്നലെ തന്നെ സബോളയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല, ഇന്ന് അരിഞ്ഞപ്പോൾ കണ്ണെരിഞ്ഞില്ല. അപ്പം എൻ്റെ വക ഒരു ടിപ്പായില്ലേ, സബോള നന്നാക്കി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരിഞ്ഞു നോക്കിട്ട് ആ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല. എനിക്ക് ശരിയായി, നിങ്ങളൊന്നും ചെയ്ത് നോക്ക്. പിന്നെ നാളരഞ്ചരകി ഇത് നമ്മുടെ അവിടെ ഉണ്ടായി ചൂന്യമുളകാട്ടാ. പിന്നെ ചിയാസിഡൊക്കെ വെള്ളത്തിലിട്ട് സത്യം പറഞ്ഞാൽ മറന്നുപോയിന്നേ. അതുകൊണ്ട് പിന്നെ വേഗം ഇത് കാച്ചാൻ എളുപ്പം. കടുക് പൊട്ടിക്കുക, മഞ്ഞൾപ്പൊടി ഇടുക, ഇതൊക്കെ കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ കൂട്ടിയിട്ട് തട്ടിപ്പൊത്തി മൂടി വേവിക്കുക. വെള്ളമൊന്നും ഒഴിക്കണം കേട്ടോ, സബോളയിൽ വെള്ളം ഉണ്ടാവുമല്ലോ. നന്നായിട്ട് വാടി ഇതാണ് കേട്ടോ, സബോളയുടെ പച്ചച്ചവൊക്കെ മാറി ഇങ്ങനെ കടിക്കരുത്, അപ്പോഴാണ് ടേസ്റ്റ്. പിന്നെ മീനും വറുത്തു. പിന്നെ ഓടി വന്ന് മിറ്റൊക്കെ അടിച്ചു വാരി. ഇന്നലെ ഇവിടെ മഴ പെയ്തിട്ട്, ഇന്ന് രാവിലെയും മഴയുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ചേട്ടായി ഉള്ള കാരണം കൊണ്ട് എനിക്ക് ഇങ്ങനെ പൂ പൊട്ടിക്കണതൊക്കെ വീഡിയോ എടുത്തു തന്നു കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായി പൂക്കൾ വെച്ചിട്ടാട്ടാ ഇന്ന് പൂവിട്ടത്, ഇലയൊക്കെ വെച്ചിട്ട്. അപ്പം എൻ്റെ കുഞ്ഞു പൂക്കൾ എങ്ങനെയുണ്ടെന്ന് പറയണം, ഇഷ്ടമായ എൻ്റെ അടുത്ത് പറഞ്ഞോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം പോയി ചിയാസിഡ് കുടിച്ചു. നേരം വൈകില്ല, അത് കാരണം പൂക്കളിട്ട് കഴിഞ്ഞിട്ടാട്ടോ കുടിച്ചേ. പിന്നെ ചോറൊക്കെ കൂട്ടി ചേട്ടായിക്ക് ചോറാക്കി. അപ്പം ഇന്നലെ വൈകുന്നേരം ഈ മീൻകറി കൂട്ടി കഴിച്ചപ്പോൾ ചേട്ടായി പറഞ്ഞു, ഇന്ന് എനിക്ക് രാവിലെ ദോശ വേണ്ട കേട്ടോ, ചോറ് മതിയെന്ന്. അപ്പം അത്രയ്ക്ക് ടേസ്റ്റാണെന്നാണ് പറയണേ. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ റെസിപ്പി വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അയില തിളപ്പിച്ചത്. പിന്നെ ചേട്ടായിക്ക് വേഗം ചോറാക്കി, സബോള തോരനും ഒരു മീൻ വറുത്തതും പിന്നെ നമ്മുടെ മീൻ കറിയും. പിന്നെ ചേട്ടായി പറഞ്ഞ പോലെ ചേട്ടായിക്ക് ചോറാക്കിയിട്ട് ചോറ് മതി എന്ന് പറഞ്ഞില്ല. അപ്പം ഞാനും മടി പിടിച്ച് ഞാനും ചോറുണ്ടാക്കിയേ. അതാണ് ഇന്ന് പണികളൊക്കെ വേഗം കഴിഞ്ഞ് ദോശ ഉണ്ടാക്കണ്ടല്ലോ. പിന്നെ ചോറൊക്കെ കൂടി അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ പോട്ടെ, ബായ്.